എങ്ങോട്ടാണ് സാർ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കുകയാണെങ്കിലും ഇത്രയും ശോചനീയമായ അവസ്ഥയിൽ മറ്റൊരു സംസ്ഥാനമുണ്ടോ? എങ്ങനെയാണ് സാർ ഇതിന്റെ ഒരു അവസ്ഥ ഇപ്പോഴിരിക്കുന്നത്? നമ്മൾ ഈ അവസ്ഥയെ മറക്കാൻ ഒരു കാരണമുണ്ട്. മലയാളിയുടെ മുന്നിൽ നിന്ന് ഇത് വ്യക്തമായി മറച്ചു പിടിക്കുന്ന ഒരു തന്ത്രമുണ്ട്. അതൊരു കമ്മ്യൂണിസ്റ്റ് തന്ത്രമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് തന്ത്രം കോൺഗ്രസ്സുകാരും ഒരു പരിധിവരെ BJP-ക്കാർ പോലും അറിയാതെ അംഗീകരിച്ചു പോയ ഒരു വലിയ കാപട്യമാണ്. ഈ വിഷയം മറ്റാരും തന്നെ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. ഇപ്പൊ നമ്മൾ കേൾക്കാറുണ്ട് എല്ലാ ചർച്ചകളിലും, പത്രവാർത്തകളിലും, അതുപോലെ ലേഖനങ്ങളിലും എല്ലാവരും എഴുതുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയുടെ ആകെ സമ്പത്ത്, ആകെ ജനസംഖ്യയുടെ 1-2% കയ്യിൽ കൂടി ഇങ്ങനെ കുന്നുകൂട്ടി വച്ചിരിക്കുന്നു. ബാക്കി 98% പേരും ദരിദ്രരായി കഴിയും. അപ്പോൾ ഇന്ത്യയുടെ ആകെ സമ്പത്തിന്റെ 90-98% അല്ലെ 95% ജനസംഖ്യയുടെ കേവലം 1-2% പേരുടെ കയ്യിലേക്ക് കുന്നുകൂടുന്നു. മുതലാളിത്തം തഴച്ചു വളരുന്നു. തൊഴിലാളികൾ, പാവപ്പെട്ടവർ വീണ്ടും പാവപ്പെട്ടവരായി, ദരിദ്രർ വീണ്ടും ദരിദ്രരായി മാറുന്നു. ഇത് പറയുമ്പോൾ ആരും മറുപടി പറയാറില്ല, ആരും അത് എതിർക്കാറുമില്ല. ശരിയായിരിക്കും എന്ന് കരുതി എല്ലാവരും തലയാട്ടും. എന്നാൽ കേരളത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേരളത്തിന്റെ ആകെ സമ്പത്ത് എവിടെ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നു? ആരുടെ കയ്യിലാണ്? അവരുടെ ശതമാനം എത്രയാണ്? ഇത് ആരും മിണ്ടുന്നില്ല. ഇതിന്റെ പിറകിൽ ഒരു വലിയ തന്ത്രമുണ്ട്. അതായത് ഈ കൺകെട്ട് അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടുക, പുകമറ സൃഷ്ടിക്കുക എന്നൊക്കെ ആലങ്കാരികമായി നമ്മൾ പറയുന്നത് കണക്കുകളിലൂടെ നമുക്ക് വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ, അതില് കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 82.29% പണവും കേരളം ചെലവഴിക്കുന്നത് ശമ്പളം, പെൻഷൻ എന്നിവ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് ഞാൻ വെറുതെ ആരോപിക്കുന്ന കാര്യമല്ല. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് ഈ 2024 ഫെബ്രുവരി മാസം 16 രാവിലെ 7:12 കേരള നിയമസഭയിൽ സമർപ്പിച്ചു. ആ വസ്തുത ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ബാക്കി ഒരു പത്രത്തിലും ഇത് വന്ന് കണ്ടിട്ടില്ല എന്ന് കരുതി ആ വസ്തുതയാവാതാവുന്നില്ല. ഞാനിത് കൃത്യം പറയുന്നത് ആ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് ഫെബ്രുവരി 16, 2014 രാവിലെ 7:12 വ്യാഴാഴ്ച രാവിലെ 7:12 കേരള നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് പറയുന്നത് റവന്യൂ വരുമാനം, അതായത് നികുതിയിലൂടെ സംസ്ഥാന ഖജനാവിലേക്ക് വരുന്ന ഓരോ 100 രൂപയിലും 82 രൂപ 29 പൈസ ശമ്പളത്തിനും പെൻഷനും വേണ്ടി കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിന്റെ കണക്കും കൂടി CAG പറയുകയാണ്. ആ കണക്ക് അതിനേക്കാൾ ഭീകരമാണ്. അതായത് ശമ്പളത്തിനും പെൻഷനും വേണ്ടി കേരള സംസ്ഥാന സർക്കാർ ഒരു വർഷം ചെലവാക്കിയ തുക 72,678 കോടി 77 ലക്ഷം. ഇത് പറയുമ്പോ നമ്മൾ ഓർക്കും ബാക്കിയെല്ലാം എടുത്ത് നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന്. സത്യത്തിൽ വരവ് എത്രയാണ്? സംസ്ഥാന സർക്കാരിന്റെ നികുതി വരുമാനം അതേ വർഷം 68,803 കോടി 3 ലക്ഷം എന്ന് പറയുമ്പോ അതുകൂടാതെ പിന്നെ ഒരു 14 കോടിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശമ്പളം കൊടുക്കാൻ തരികയുള്ളൂ. അതായത് വരുമാനം 68,803 കോടി, ചെലവ് 72,678 കോടി. ഈ ചെലവെന്ന് പറയുന്നത് ഏതിനാണ്? ശമ്പളവും പെൻഷനും മാത്രം. ഈ ശമ്പളം, പെൻഷൻ എന്ന രണ്ട് വാക്കിന്റെ വല്ല ആവശ്യമുണ്ടോ? ഒന്ന് സാമ്പത്തിക ശാസ്ത്രപരമായി ചിന്തിച്ചു നോക്കുക. ഇതും മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടിയാണ്. ശമ്പളം എന്നൊരു പേര്, പെൻഷൻ എന്ന് വേറൊരു പേര്. സത്യത്തിൽ ഇത് രണ്ടും ഒന്നല്ലേ? അതായത് റിട്ടയർമെന്റ് പറയുന്ന ഡേറ്റ് വരെ മേടിക്കുന്ന പൈസ ശമ്പളമാണ്. റിട്ടയർമെന്റ് കഴിഞ്ഞ് മരണം വരെ മേടിക്കുന്ന പൈസ പെൻഷനാണ്. അപ്പോ ധാരാളം ആൾക്കാർ തിരിച്ചിരിക്കുന്നത് ശമ്പളത്തെക്കാൾ കുറവാണ് പെൻഷൻ എന്നാണ്. അല്ല, ശമ്പളത്തെക്കാൾ കൂടുതലാണ് പെൻഷൻ. ഒരാൾ ശമ്പളം വാങ്ങിച്ച് പെൻഷൻ ആവുന്നു.
പെൻഷന്റെ കാലത്ത് മുതൽ ഇയാളുടെ പെൻഷൻ വിഹിതം കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏറ്റവും കുറഞ്ഞാൽ 12 വർഷം കഴിയുമ്പം ശമ്പളത്തിന്റെ ഇരട്ടിയാവുന്നു പെൻഷൻ 12 വർഷം കഴിയും. ഇനി കഴിഞ്ഞ ദിവസം വളരെ രസകരമായ ഒരു കണക്ക് കൂടി കേട്ടു. അതൊരു ഗംഭീര സംഭവമാണ്. ഈ മുസ്ലിങ്ങൾ എന്തിനാ 4 പെണ്ണ് കെട്ടുന്നത്? അതിന്റെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലായോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല, ഞാനോർത്ത് വേറെന്തോ ശാസ്ത്രം വെച്ചിട്ടായിരിക്കും ഈ 4 പെണ്ണ് കെട്ടുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു അല്ല അതൊക്കെ ഉണ്ട്, പക്ഷെ സാമ്പത്തിക ശാസ്ത്രം കേട്ടാ നിങ്ങൾ ഞെട്ടുമെന്ന് പറഞ്ഞു. എന്നാ ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്കട്ടെ. അപ്പൊ ഇയാള് പറയാ ഒരാള് പെൻഷൻ ആകുന്നത് 55, 58 കൂടി വന്ന 60-ാമത്തെ വയസ്സിൽ പെൻഷൻ ആവും. അങ്ങനെ 60-ാമത്തെ വയസ്സിൽ പെൻഷൻ ആവുമ്പോൾ ഇയാൾക്ക് 4 ഭാര്യമാരുണ്ടെന്നിരിക്കട്ടെ. ഏറ്റവും മൂത്ത ഭാര്യയ്ക്ക് 50 വയസ്സ്, രണ്ടാമത്തെ ഭാര്യയ്ക്ക് 40 വയസ്സ്, മൂന്നാമത്തെ ഭാര്യയ്ക്ക് 30 വയസ്സ്, നാലാമത്തെ ഭാര്യയ്ക്ക് 20 വയസ്സ്. അപ്പൊ ഞാൻ ചോദിച്ചു ഈ 60 വയസ്സിൽ 20 വയസ്സുള്ള ആളിനെ ഭാര്യയായിട്ട് കിട്ടുമോ? കിട്ടും ചേട്ടാ. അതെങ്ങനെയാ? അതിനാണ് സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം. ഞാൻ പറഞ്ഞു അത് പഠിച്ചിട്ടില്ല, അതാണ് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം. അപ്പോ ഞാൻ ചോദിച്ചു ഇതൊന്നും മനസ്സിലാവുന്ന ഭാഷയെ പറ. അപ്പൊ ഇയാൾ മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അയാൾ പറഞ്ഞതാണ് 60 വയസ്സുള്ള ആള് പെൻഷൻ ആവുന്നു, അയാൾ ഒരുവിധം കൊള്ളാവുന്ന ഉദ്യോഗമാണ്, 1 ലക്ഷം രൂപ പെൻഷനുണ്ട്. ഈ 1 ലക്ഷം രൂപ പെൻഷൻ ഉള്ളത് 4 ഭാര്യമാർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. ഇയാൾ മരിച്ചാൽ ഇയാളൊരു 65-ാമത്തെ അല്ലെ 70-ാമത്തെ വയസ്സിൽ മരിക്കുന്നു, അപ്പോഴത്തേക്കും പെൻഷൻ കൂടി വരും. ഇയാളങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ആർക്കാ അവകാശം? ഭാര്യയ്ക്കാണ്. ഭാര്യ എത്ര? 4 ഭാര്യ. അപ്പൊ 4 ഭാര്യയ്ക്കും തുല്യമായിട്ട് വീതിച്ചു. ഓരോ ഭാര്യയ്ക്ക് 25,000 രൂപ വെച്ച് കിട്ടി, 1 ലക്ഷം രൂപ പെൻഷൻ. അങ്ങനെ ഇരിക്കെ മൂത്ത ഭാര്യ 50 വയസ്സുണ്ടായിരുന്ന ഭാര്യ 60-ഓ 70-ഓ വയസ്സുള്ളപ്പോൾ മരിക്കുന്നു. അപ്പോഴും പെൻഷൻ എന്താവും? ബാക്കി 3 ഭാര്യമാർക്ക് തുല്യമായിട്ട് വീതിക്കും. അപ്പൊ ഒരാൾക്ക് എത്ര വീതം കിട്ടി? ഒരു 35,000 രൂപ വീതം കിട്ടും. അത് കഴിഞ്ഞ് അടുത്ത ഭാര്യ മരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഒരു 10-ഓ 20-ഓ കൊല്ലത്തിനിടയ്ക്ക് മരിച്ച് ലാസ്റ്റ് 20 വയസ്സുള്ള ഭാര്യയുടെ കയ്യിൽ ഈ പെൻഷൻ മൊത്തമായിട്ടും കിട്ടുകയാണ്. ഇയാൾ മരിച്ചപ്പോൾ അയാൾക്ക് എത്ര പെൻഷൻ ഉണ്ടായിരുന്നോ അത് 4-ാമത്തെ ചെറുപ്പക്കാരി ഭാര്യയ്ക്ക് കിട്ടുകയാണ്. അപ്പോഴേക്കും ഇയാൾ മരിച്ച 1/2 നൂറ്റാണ്ടോ 3/4 നൂറ്റാണ്ടോ ആയിട്ടുണ്ടാവും. നോക്കണം, ആള് മരിച്ചു കഴിഞ്ഞാൽ 1 നൂറ്റാണ്ട് കാലം കൂടി 4 ഭാര്യമാർക്ക് പെൻഷൻ മേടിക്കാവുന്ന നിയമം ഈ സംസ്ഥാനത്തുണ്ട്. അതിനാണ് ഈ 4 ഭാര്യമാരെ കിട്ടുന്നതിന്റെ സാമ്പത്തിക ശാസ്ത്രം എന്ന്. ഞാനോർത്തത് ദാമ്പത്യ ശാസ്ത്രമാണെന്നാ ധരിച്ചത്. അതിന്റെ പുറകിൽ ഇത്രയും വലിയൊരു ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം ഉണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഞാനിത് പറയുമ്പോൾ ഇതൊരു തമാശയായിട്ട് തോന്നും, പക്ഷെ സത്യമാണ്. അതുകൊണ്ടല്ല കേരള ഗവൺമെന്റ് തകരുന്നത്. ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വാങ്ങിക്കുന്ന നികുതി കൊണ്ട് പെൻഷനും ശമ്പളവും കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ഇത് കൊടുക്കും? കടമെടുക്കും. അങ്ങനെ കടമെടുത്തു കഴിയുമ്പോൾ ആ കടത്തിന്റെ പലിശ പിന്നെ കൊടുക്കണം. ഈ പലിശ കൊടുക്കാൻ പിന്നെ എന്ത് ചെയ്യും? അതിന് വീണ്ടും കടമെടുക്കും. ഇങ്ങനെ കടമെടുത്ത് കേരളത്തിലെ ജനസംഖ്യയുടെ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു വ്യക്തി ഏതാണ്ട് 1.5 ലക്ഷം രൂപ കടത്തിലാണ്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ 1.5 ലക്ഷം രൂപ കടത്തിലാണ് കേരളത്തിലേക്ക് ജനിക്കുന്നത്. ആളോഹരി കടം എന്ന് പറയുന്നത്. അപ്പോ ഇത് ഈ റവന്യൂ വരുമാനത്തിന്റെ 82.29% എന്ന് പറയുമ്പോൾ ബാക്കി ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതായത് കേരള സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് കേരളത്തിലെ ആകെ റവന്യൂ വരുമാനത്തിന്റെ 25.73%. ഇതെല്ലാം ഞാൻ CAG റിപ്പോർട്ടിൽ നിന്നുള്ള കണക്കാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ കേരളത്തിൽ ആകെ കിട്ടുന്നതിന്റെ 25% കേന്ദ്രവും കൂടി കൊടുക്കുന്നത് കൊണ്ടാണ് ഈ നികുതി വരുമാനത്തിനേക്കാൾ കൂടുതൽ 14 കോടി കൂടുതൽ, 14,000 കോടി 14,000 കോടി കൂടുതൽ ശമ്പളത്തിനും പെൻഷനും കൊടുത്തിട്ട് പോലും കേരളം തകർന്നു പോകാതെ നിൽക്കുന്നത് 25% കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടുന്നത് കൊണ്ടാണ്. ഇനി 2021 ഏപ്രിൽ മാസത്തിൽ നടപ്പിലാക്കിയ വേറൊരു തട്ടിപ്പ് വാക്കാണ് ശമ്പള പരിഷ്കരണം. എന്തിനാണ് ഈ പരിഷ്കരണം എന്ന് വാക്കുകൊണ്ടിരുന്നത്? ശമ്പളം കൂട്ടി എന്നങ്ങ് പറഞ്ഞാൽ പോരെ. അത് പറയല. ശമ്പളം കൂട്ടി എന്നല്ല, ശമ്പള വർധനമെന്ന് പറയല, ശമ്പള പരിഷ്കരണം. അത് കേൾക്കുമ്പോൾ നല്ല മനോഹരമായ ഒരു വാക്ക്, ശമ്പള പരിഷ്കരണം. പിണറായി വിജയൻ യൂത്ത് കോൺഗ്രസ്സുകാരന്റെ തലക്കിട്ട് പൂച്ചട്ടി വെച്ച് അടിച്ചു വീഴിച്ചപ്പം എന്നതാ പറഞ്ഞത്? ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ പോലെ ഒരു സാധനമാണ് ശമ്പള പരിഷ്കരണം.
ബാക്കി ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും 10 കൊല്ലം കൂടുമ്പോൾ ശമ്പളം കൂട്ടുമ്പോൾ കേരളത്തിൽ മാത്രം ഓരോ 5 വർഷം കൂടുമ്പോഴും ശമ്പളം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മലയാളി മനസ്സിലാക്കാത്ത മറ്റൊരു വിഷയമാണ്.